ഉണ്ണിയമ്മേ കുമ്പടി വന്നു. തെമ്മാടിത്തരം ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുക. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. എന്തും പറയാനുള്ള പാർട്ടി ഓഫീസ് അല്ല ഇത്. നല്ലോണം കിട്ടിയോ? സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? CPM-നെതിരായ കത്ത് ചോർച്ചാ വിവാദത്തിൽ സത്യം എന്താണ്? പാർട്ടി നേതാക്കളുടെ ബിനാമി ഇടപാടുകളെ കുറിച്ചുള്ള പരാതിയിൽ കഴമ്പുണ്ടോ? മന്ത്രിമാരുടെയും മുൻ മന്ത്രിമാരുടെയും പേരിൽ ഹവാല ഇടപാട് നടന്നെന്ന ആരോപണത്തിൽ സത്യം എന്താണ്? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രതികരിക്കുന്നില്ല. അങ്ങനെയാണോ? ഒരു ആവശ്യമുള്ള കാര്യമല്ല. അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. മലയാളത്തിലാണ് ഒരു മാറ്റവും ഇല്ലല്ലോ. പ്രധാനപ്പെട്ട 3 നേതാക്കളുടെ പ്രതികരണമാണ് കണ്ടത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇത് അസംബന്ധമെന്നാണ്. വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി CPM-നെയും നേതാക്കളെയും കൊടുക്കാൻ വേണ്ടിയുള്ള അസംബന്ധ നാടകമാണോ ഷർഷാദിന്റെ പരാതി? വൈകുന്നേരം അറിഞ്ഞു ഗോവിന്ദമാഷ് അങ്ങനെ ഒരു മറുപടി പറഞ്ഞ വിഷയം. ഈ അസംബന്ധം എന്ന് പറയാൻ, പാർട്ടിനെ ടാർഗറ്റ് ചെയ്യാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനോ പാർട്ടിയായിട്ട് പൂർവ്വ വൈരാഗ്യമുള്ള ആളൊന്നുമല്ല. ഞങ്ങളൊക്കെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഈ നാട്ടിലെ പാർട്ടിയുടെ വോട്ടർമാരാണ്. ഞാൻ ചെറുപ്രായത്തിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. പാർട്ടി മെമ്പറായിരുന്നു. DYFIയുടെ മേഖലാ ജോയിന്റ് സെക്രട്ടറി വരെ ആയ ആളാണ്. പിന്നെ നമ്മളെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉത്തരവാദിത്തം വന്നപ്പോൾ ആ ലെവലിൽ അങ്ങോട്ട് മാറിപ്പോയി, അത്രയേ ഉള്ളൂ. മാഷിനോട് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അസംബന്ധം എന്ന് പറയുന്ന മുമ്പ് മകന്റെ അടുത്തൊന്ന് അന്വേഷിക്കണം അസംബന്ധമാണോ ഇല്ലേ എന്നുള്ളത്. കാരണം മകനും ഞാനായിട്ടുള്ള ഈ വിഷയത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും മകൻ എത്രമാത്രം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, എന്തൊക്കെ റോള് മകൻ ഉണ്ട് എന്നുള്ളത് ഇത്രയും വർഷത്തെ കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ കോൾ റെക്കോർഡ്സ് അല്ല, വാട്സപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശ്രീ അനിൽകുമാർ, യഥാർത്ഥത്തിൽ ഈ രാജേഷ് കൃഷ്ണ ആരാണ്? പാർട്ടിയുടെ ആരാണ്? അത് ഉത്തരം പറ. അത് അല്ല, ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചോട്ടെ കേട്ടോ. ആദ്യം ഒരു 14 മിനിറ്റായിട്ട് നിങ്ങളിങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ 9.5 കൊല്ലമായി അധികാരത്തിൽ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2 ഗവൺമെന്റുകൾ, എന്നിട്ട് അതിലെ അഭിമാനികളായ മന്ത്രിമാർ, വളരെ അഭിമാന പുരസ്സരം തലയുയർത്തി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിൻ്റെ നേതാക്കൾ, അവരെക്കുറിച്ചെല്ലാം ഏതെങ്കിലും ഒരു വാറോല ആരെങ്കിലും ഉണ്ടാക്കിയാൽ കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അത് വെച്ചിട്ട് ചർച്ച ചെയ്യാനിരിക്കുന്ന ഈ നാട്ടിലെ മാധ്യമങ്ങളെ ഓർത്ത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള സന്തോഷമാണ് ഞാൻ പങ്കിടുന്നത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. നമ്മൾ എന്തെല്ലാമാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ആരുടെയെങ്കിലും കയ്യെ പിടിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ PG സുരേഷ് കുമാർ 4 വട്ടം ചോദിച്ചല്ലോ, ഏതോ ഒരു മന്ത്രി, ഏതോ ഒരു പദ്ധതി, പിന്നെന്താ മസാല ബോണ്ടോ? ഞാൻ സുരേഷ് കുമാറിനോട് ചോദിക്കാം, നിങ്ങൾക്ക് ഈ മസാല ബോണ്ട് മനസ്സിലായിട്ടില്ലേ? മസാല ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഷെയർ മാർക്കറ്റ് പോലെ നടക്കുന്ന ഒരു ഓഹരി കമ്പോളല്ലേ? അതിന്റെ ഭാഗമായിട്ട് അവിടെ ഓപ്പൺ സെയിലല്ലേ? അതിനൊന്നും ഇല്ലേ? അതിൽ ഈ പറയുന്ന ഏതെങ്കിലും വ്യക്തിക്ക് എന്താ കാര്യം? ആരെങ്കിലും വിഡ്ഢിത്തരം എഴുന്നള്ളിച്ച് എന്തെങ്കിലും എഴുതി കൊടുത്താൽ ഉടനെ അതിന്റെ അറ്റത്ത് പിടിച്ച് മസാല ബോർഡിനെ കുഴപ്പത്തിലാക്കി. മാധ്യമ പ്രവർത്തകനാണെങ്കിൽ അല്പം വിവരം വേണം. ഞാൻ സുരേഷ് കുമാറോട് പറയുന്നത് വിവരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭ്രാന്തും മുതലാളിമാരെ പ്രീണിപ്പിക്കാനുള്ള നിങ്ങളുടെ ജ്വരയുമാണ്. ഈ മസാല ബോണ്ട്, അതിൽ എന്താ മസാല ബോണ്ടിൽ എന്താ? എന്തെങ്കിലും കിട്ടിയ ഉടനെ മാർക്സിസ്റ്റ് പാർട്ടി കിട്ടി ചാമ്പാൻ നടക്കരുത്. അങ്ങനെ ചാമ്പാൻ നടന്നതിന്റെ ഗുണം ഈ വർത്തമാനം പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഞാൻ അതിൽ കിടന്ന് ഗുസ്തി പിടിക്കാൻ ഒന്നാമത്തെ കാര്യം അല്ലല്ല, എന്തും പറഞ്ഞ് പോയാൽ കേൾക്കാനിരിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ മസാല ബോണ്ടെന്ന് പറഞ്ഞത് എഴുതി കൊടുത്ത പരാതിയിൽ എന്റെ അഭിപ്രായമല്ല. നമ്പർ 1. അല്ല, അത് താങ്കളുടെ കയ്യിരുന്നാ മതി. താങ്കളുടെ കയ്യിരുന്നാ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ വായി തിരികെ എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞത്. പരാതിയിൽ എഴുതി കൊടുത്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പരാതിയിൽ കോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിന്റെ വസ്തു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 14 മിനിറ്റ് ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എണീറ്റ് പോകാനല്ല വന്നത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഈ കേരളത്തോട് ജയിക്കുന്ന തെമ്മാടിത്തരം
ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുക. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. മാന്യമായ ഭാഷ ഈ ഫ്ലോറിൽ ഉപയോഗിക്കണം. പറയാനുള്ള പാർട്ടി ഓഫീസ് അല്ല ഇത്. ശ്രീ അൽകുമാർ അത് മനസ്സിലായിക്കോണം. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. എന്തും പറയുന്ന ഒരു ഓണറുടെ കീഴിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. എന്തും പടരുന്ന ഒരു ഓണറുടെ കീഴിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. അനിൽകുമാർ എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. 60 കൊല്ലം ഞാൻ വീണ്ടും മര്യാദയ്ക്ക് താങ്കളോട് പറയാണ്, പാർട്ടി കമ്മിറ്റികൾ സംസാരിക്കുന്ന രീതിയിൽ തരംതാണ ഭാഷ ഈ ഫ്ലോറിൽ വന്ന് പ്രയോഗിക്കരുത്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഏഷ്യാനെറ്റ് ചെയ്യുന്ന പോലെ തരംതാണ പരിപാടി ഈ നാട്ടിൽ ആരും നടത്താറില്ല. അത് കാണുന്ന ജനങ്ങൾ വിളിച്ചോട്ടെ. തരംതാണെന്ന് പറഞ്ഞല്ല, വേറൊരു വാക്ക് പറഞ്ഞു. അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിച്ചതിന് താങ്കൾ ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. താങ്കളുടെ സംസാരം പറയേണ്ടി വന്നത് ഒരു സ്ഥാപനത്തെയും ചർച്ച നയിക്കുന്ന ആളുകളെയും മര്യാദയില്ലാതെ ഇകഴ്ത്തുന്ന രീതിയിലും മോശം പദങ്ങളും പറഞ്ഞാൽ അത് കേട്ട് വിഴുങ്ങിയിരിക്കുന്ന ആളുകളല്ല ഇവിടെ ഇരിക്കുന്നവർ. അതുകൊണ്ട് പറഞ്ഞാണ്. 14 മിനിറ്റ് കൂടെ വിളമ്പിയത് വിഴുങ്ങാൻ വന്ന ഒരാളല്ല ഞാൻ. എന്റെ പാർട്ടിക്ക് അത് വിഴുങ്ങേണ്ട സൗകര്യമില്ല. ഞങ്ങളെ അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കണ്ട. അല്ലല്ല, നിങ്ങൾ വിളിച്ചിട്ടാ വന്നേ. നിങ്ങൾ നിർബന്ധിച്ചില്ലെന്നാണ് പറഞ്ഞത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. നിങ്ങളോട് വർത്താനം പറയാൻ ഞാൻ പറയട്ടെ. എന്നാ പിന്നെ വിടുങ്ങാൻ കേട്ടോ. നിങ്ങളിവിടെ വിളമ്പിയത് എന്താണ്? നിങ്ങൾ വിളമ്പിയത് കേരളത്തിന്റെ അഭിമാനമായ മസാല ബോണ്ട് വിവാദത്തിലായി. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? അപ്പൊ നിങ്ങളൊരു മാധ്യമപ്രവർത്തകർക്ക് അല്പം തലയ്ക്ക് വെളിവ് വേണ്ടേ? ഈ മസാല ബോർഡ് എന്ന് പറഞ്ഞ പരിപാടി ഏതെങ്കിലും ഒരു രാജേഷ് കൃഷ്ണ അവിടെ പോയിരുന്ന ഉണ്ടാകുന്ന സാധനമാണോ? നിങ്ങൾ കേരളത്തിനെതിരാണ് ഏഷ്യാനെറ്റ്. നിങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ചാനലായിട്ട് ഒരു മസാല ബോർഡ് എന്ന് ഒരുത്തം പറഞ്ഞു ഉടനെ അതിന്റെ അറ്റത്ത് പിടിക്കുകയാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നത് കുറെ നേതാക്കന്മാരെ ഞാൻ പരാതിയിൽ ഉന്നയിച്ച ഫിഷറീസ് പദ്ധതിയുടെയും മസാല ബോണ്ട് അടക്കമുള്ള കാര്യങ്ങളിലും ഇതൊരു നടക്ക് പോണ മാതിരില്ല. രാജേഷ് കൃഷ്ണൻ നുഴഞ്ഞു കയറിയെന്ന് അന്വേഷിക്കണമെന്ന് പോലീസ് ചീഫിനും സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്കും കൊടുത്ത പരാതിയിലെ കാര്യമാണ് പറഞ്ഞത്. അതൊന്നും എനിക്കറിയാൻ മേല. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, താങ്കൾ ആ ഭാഗം മാത്രം പിടിച്ചുരുണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ വഴിക്ക് വിടുകയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. എന്റെ ചോദ്യം നേരിട്ടുള്ളതാണ്. രാജേഷ് കൃഷ്ണ CPI-നെ സംബന്ധിച്ച് ആരാണ്? രാജേഷ് കൃഷ്ണയിൽ ഊന്നിയാണ് CPI-നെതിരെ ഷർഷാദിന്റെ ആരോപണങ്ങൾ. ഈ രാജേഷ് കൃഷ്ണനല്ല, ഇപ്പൊ ഈ ഷർഷാദല്ല, ഇവരുടെ കുടുംബ വഴക്കല്ല, ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇൻട്രോയിൽ പറഞ്ഞല്ലോ. എന്താണ് പറഞ്ഞത്? മത്സ്യത്തിന്റെ ഏതാണ്ട് ഒരു പദ്ധതി, ഫിഷറീസ് പദ്ധതി. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ കേരളത്തിന്റെ 9.5 കൊല്ലത്തോടെയുള്ള ഏതെങ്കിലും പദ്ധതി കളങ്കിതമാണെങ്കിൽ തെളിവ് തരാൻ ഏഷ്യാനെറ്റിനെ വെല്ലുവിളിക്കുകയാണ്. അനിൽകുമാർ 2022 മുതൽ പരാതി കൊടുത്ത് നാടുനീളെ നടന്ന് പാർട്ടിക്കും പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾക്കുമെതിരെ ഇത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷർഷാദിനെതിരെ ഒരക്ഷരം പറയാൻ നട്ടലില്ലാത്ത ഒരു പാർട്ടിയുടെ സെക്രട്ടറിയും അതിന്റെ പ്രതിനിധിയും ആ പരാതിയിലെ വാദങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിച്ച ഏഷ്യാനെറ്റ് ന്യൂസിനും അതിന്റെ അവതാരകനും എതിരെ കിടന്ന് ഈ പറയുന്നതിന്റെ രഹസ്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പൊരുൾ എന്താണെന്നുള്ളത് കാണുന്ന ജനം വിധിക്കട്ടെ. ഇതൊക്കെ ആരുടെ വായിലൂടെ വന്നതാണ്, അല്ലെങ്കിൽ ആരുടെ പരാതിയിലൂടെ വന്നതാണ്? അതിനെതിരെ നിങ്ങൾക്ക് പരാതിയുണ്ടോ? അതിനെതിരെ നിങ്ങൾക്ക് അന്വേഷണമുണ്ടോ? അയാൾക്കെതിരെ ഒരു കേസ് എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇതിനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.